നമാമി വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുംബിമുഖേശ്വരം ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ കുരു പ്രസീത പ്രസാദം ഭജേഹം നമസ്തേ ഗുരു പ്രസീത പ്രസാദം ഭജേഹം നമസ്തേ ഗുരു പ്രസീത പ്രസാദം ഭജേഹം. തന്നെ എന്നും മാധുര്യമുള്ളവയും കാലങ്ങളോളം വഴികാട്ടിയും ഒരു നനുത്ത പുഞ്ചിരിയെങ്കിലും ചുണ്ടിൽ സമാഹരിച്ചുകൊണ്ട് അവ നമ്മെ വഴി നടത്തും. തലച്ചോറിന്റെ കാര്യക്ഷമത കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള മലയാളിക്ക് സ്വന്തം വ്യക്തിത്വത്തെ ഓർമ്മപ്പെടുത്താനും സ്വതന്ത്ര ഭാരതത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഒരു മുഴം മുൻപേ നടക്കാനുമായി ഈ സംരംഭം സഹൃദയർക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ നാടകം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്.
നിന്നെ ശല്യപ്പെടുത്തണ്ടാന്ന് കരുതി ഞാനവിടെ മാറി നിൽക്കുകയായിരുന്നു. ഏതോ നല്ല കോളൊക്കെ ലക്ഷ്യം. ബാലചന്ദ്രന്റെ പേര് ആ അയാളുടെ ഒരു മകനുണ്ടല്ലോ, ഗൾഫിൽ ജോലിയുള്ള. ആ എന്റെ കല്യാണം നിശ്ചയിച്ചു. അതിന്റെ ദക്ഷിണ കിട്ടിയപ്പോ നോക്ക് ആ പൊന്നി സിൽക്കിന്ന് 2 ജോഡി ഡ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ കെയർ ബേക്കറിയിൽ കുറച്ച് സ്വീറ്റ്സും. നീ അത് പറഞ്ഞിരുന്നേ. മുത്തശ്ശനല്ലേ പറഞ്ഞ അയാൾക്ക് 45 വയസ്സ് കഴിഞ്ഞാൽ കല്യാണമൊന്നും കഴിയില്ലെന്ന്. ഇതിനൊക്കെ എത്ര ജാതകങ്ങൾ പരിശോധിച്ചു, ഇത്ര പെട്ടെന്ന് കല്യാണം ശരിയായി മുത്തശ്ശ? എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ മോനെ. അവന്റെ ജാതകദോഷത്തിന് ഇണങ്ങുന്ന ഒരു ഉഗ്രം പെണ്ണിന്റെ ജാതകം ഈ വർഷം തരമാകുന്നു. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ 45 വയസ്സ് കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജാതകത്വമൊന്നും ഉറപ്പിച്ചു, അത്ര തന്നെ. ഓ, അപ്പൊ കളരിപ്പറമ്പ് അച്യുതപ്പണിക്കരുടെ കണക്കൂട്ടുള്ള തെറ്റില്ലെന്ന് പറ. കണക്കുകൂട്ടൽ കാര്യത്തിൽ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അത് അമ്മാവിന്റെ കാര്യത്തിലാവില്ലേ മുത്തശ്ശ? എവിടെ? തിരുവനത്ത് പൂരം പറമ്പ പുരുഷോത്തമ പണിക്കർ IAS. കാത്തിരിക്കേണ്ട മുത്തശ്ശ, ചിലപ്പോ വൈകുന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ അമ്മാവിന് ഉഗ്രം തിരക്കില്ല. ഏതൊരു ജ്യൂസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ജോലിയിൽ കയറി. പ്രധാനമന്ത്രിയല്ലേ? പുതുജൻ കളിയാക്കണ്ട. പുതുജൻ തന്നെയല്ലേ പറയാറ് അമ്മാവിനിപ്പോ ദശാസന്ധിയാണെന്ന്. അമ്മാവിനിപ്പോ അതാ പറയുന്നത്. അതാത്ര ഒരു ജോലിയും ചെയ്യപ്പെടാത്തത്. അവധിയും നക്ഷത്രങ്ങളും നിരത്തി കണക്ക് പറയുന്നത് എന്റെ ജോലിയാണ്. അതിൽ കണ്ടത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തിനും അപ്പുറത്ത് മനസ്സെന്നുണ്ട്. അതിൽ ദൃഢതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയുമ്പോളെ. അപ്പൊ ഈ ജ്യോതിഷം വെറും തട്ടിപ്പാണെന്നാണ് മുത്തശ്ശൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഞാൻ ഈ പണി നിർത്തിയാൽ എല്ലാം മനസ്സിന്റെ കാര്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോള് ആ ഉപനിഷത്തിൽ പറയുന്ന ശ്ലോകം ഓർക്കണം. ഏതാ മുത്തശ്ശ? ഉത്തരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത് എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം. ആ, കേട്ടിട്ടുണ്ട് മുത്തശ്ശ. അതിന്റെ അർത്ഥം നോക്കൊന്ന് പറയാൻ പറ്റും? ഇല്ല മുത്തശ്ശ, അറിയില്ല. ഒന്ന് പോയി അല്ലേ? മുത്തശ്ശൻ പറഞ്ഞു തരാം, കേട്ടോളം. തന്നെത്താൻ ഉയർത്തണം, തന്നെത്താൻ താഴ്ത്തരുത്. തനിക്ക് താൻ ബന്ധു, ശത്രുവും അങ്ങനെ തന്നെ. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം മണ്ടന്മാരെന്നാണ് മുത്തശ്ശൻ പറഞ്ഞു വരുന്നത്. എല്ലാം ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കുന്നതാണ്. നോക്കൊരു കഥ കേൾക്കാം. പറയും മുത്തശ്ശ. ആ എന്നാ കേട്ടോളൂ. പണ്ട് 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 പ്രഹ്ലാദനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ശിവഭക്തനാണ് താനെന്ന് കരുതിയിരുന്ന ഒരു വിഡ്ഢി അസുരനുണ്ടായിരുന്നു. ശിവന്റെ പരമഭക്തനായ തന്നെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കേണ്ട ബാധ്യത പരമശിവനുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ആ പ്രദേശത്ത് ഒരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായി. വന്ന് ആ പ്രദേശം മുഴുവനും വെള്ളത്തിനടിയിലായിപ്പോയി. എന്താ? അതുവഴി വന്ന വള്ളത്തിലും മരക്കട്ടയിലും പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് ആളുകൾ രക്ഷപ്പെട്ടു. നമ്മുടെ ശിവഭക്തനോ ശിവലിംഗത്തിൽ കെട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾക്ക് രക്ഷപ്പെട്ടു മുത്തശ്ശ? ആരും സഹായിച്ചില്ലേ? അതല്ലേ രസം. അതുവഴി വന്ന ഓരോ വഞ്ചിക്കാരനും അയാളോട് അതിൽ കയറാൻ പറഞ്ഞു. ശിവഭക്തനല്ലേ, തന്നെ രക്ഷിക്കേണ്ട ബാധ്യത പരമശിവന് മാത്രമാണെന്ന് അയാൾ അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ടല്ല, വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. ശ്വാസം പൊട്ടി അയാൾ പിടഞ്ഞങ്ങോട്ട് മരിച്ചു. എന്നിട്ട് പരലോകത്തെത്തിയതും കോപത്തോടു കൂടി അയാൾ അവിടെ എല്ലാം പരമശിവനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഭഗവാൻ ഭക്തന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, നിങ്ങളൊക്കെ എവിടുത്തെ ദൈവങ്ങളാ?
ശ്വാസം മുട്ടിപ്പിടഞ്ഞ് ഞാൻ വലിക്കുമ്പോ ഞാൻ അങ്ങേ പിടിച്ച് കരഞ്ഞില്ലേ? ഇത്രയും വലിയ ഭക്തനായിട്ടും അങ്ങ് എന്താ എന്നെ സഹായിക്കാൻ പറഞ്ഞത്? ഓ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ത, നീ ശ്വാസം മുട്ടി പിടഞ്ഞു വലിക്കുമ്പോ എന്റെ നാമമല്ല ഉച്ചരിച്ചത്, മറിച്ച് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള നാമ ജപമാണ് നടത്തിയത്. അത് ഞാൻ ശ്രമിച്ചു. എത്ര മരക്കെട്ടുകളും വഞ്ചികളും പാത്രങ്ങളും നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ട് അയച്ചു തന്നു. അതിലൊന്നും കയറി നീ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഭക്തന് ഉത്തരം മുട്ടിപ്പോയി. അത് ശരി, അപ്പൊ ദൈവം സഹായിക്കാതിരുന്നില്ല. പ്രകൃതിക്ഷോഭങ്ങളാകുന്ന ഈ ജീവിത പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് എന്നെ പോലുള്ള ജ്യോത്സ്യന്മാരുടെ പ്രധാനപ്പെട്ട പണി. അത് മനസ്സിലാക്കി ആത്മവിശ്വാസം കൈവിടിയാതെ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ലക്ഷ്യ സ്വഭാവമാണ്. അപ്പോ പ്രശ്നങ്ങളെ തരണം ചെയ്യലും കീഴടക്കമെല്ലാം ജനങ്ങളുടെ കയ്യിലാണെന്ന് സാരം. ആണ് സത്യം. ഭഗവാന് ആരോടാണ് വിരോധം? അദ്ദേഹം എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. ആ അവസരങ്ങളെ മുതലാക്കി ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടത് മനുഷ്യരുടെ കടമയാണ്. പക്ഷെ നിന്റെ അമ്മാവന് അത് ഇനിയും സാധിച്ചിട്ടില്ലെന്റെ പോലെ. കൂട്ടുചെറുതൊക്കെ അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഒരു കാര്യവും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒരു കാര്യവും. ജീവിതത്തിന്റെ പാതിയും കഴിഞ്ഞു. അവരിപ്പോഴും ആ ശിവലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ ഒരു രക്ഷയില്ല മോളെ. ഒന്ന് കുടിക്കണം. മോളകത്ത് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തു. അച്ഛന് ഇവിടെ ഇല്ലെന്ന തോന്നുന്നു. എങ്ങനെയെങ്കിലും ഒക്കണം. അച്ഛനൊന്ന് വളക്കണം. ഇന്ന് കാശ് കിട്ടിയില്ലെങ്കിലേ ഈ കമ്പനി ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ കാര്യം? കട്ടപ്പോക. ഒരു കല്യാണം കഴിച്ച് 4 പിള്ളേരാകാനുള്ള വയസ്സായി. ആർക്കാ അച്ഛനെ കല്യാണം? അച്ഛനാണോ? എനിക്കെന്ന് പറഞ്ഞു. അയ്യോ, അതിപ്പം കല്യാണം കഴിക്കാതെ തന്നെ കുട്ടികളുണ്ടെന്നാ നാട്ടുകാർ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതല്ല. അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണം. അതിന് പഴത്തൊലി തന്നെ ഇടേണ്ടി വരും. എന്റെ ആശാന്റെ അച്ഛൻ ആരാ? ഈ നാട്ടിലെ നല്ല ഒരു ജ്യോത്സ്യനാ. അങ്ങേർക്കറിയരുതോ? ആശാന് 40,000 രൂപ തന്നാൽ എന്ത് സംഭവിക്കുമെന്ന്? നല്ലത് നടക്കുമെങ്കിൽ ചോദിക്കാതെ തന്നെ അങ്ങേരെ എടുത്ത് തരില്ലേ? ഓ, തരും 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 തരും. എന്റെ അച്ഛനടുത്ത് എനിക്ക് അറിയില്ലടോ. എന്റെ അച്ഛനായോട് ഞാൻ പറയല്ല, ആളൊരു പറയാ. അത് പ്രത്യേകം പറയണോ? ആശാനെ കണ്ടാൽ അറിഞ്ഞുകൂടെ? അതല്ല പറഞ്ഞത്. കരയുന്ന കുട്ടിക്ക് പാല് കൊടുത്തു. അയ്യോ, ഇതിനിടയ്ക്ക് ആശാൻ ആൾക്കച്ചവടം തുടങ്ങിയോ? അയ്യോ ഉനക്ക. അതല്ല പറഞ്ഞത്. ചോദിച്ചാലേ തരൂന്നാ പറഞ്ഞത്. ഓഹോ, അങ്ങനെ. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ നിങ്ങള് കുടുംബക്കാരെ തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ പുറത്തു നിൽക്കാം. എന്താ
എനിക്ക് പിന്നെ ഒരു 40,000 രൂപ വേണം. ഇതിനാണ് ഒരു പുതിയ കമ്പനിയുടെ പോസ്റ്റ് കൊടുക്കാനാ. എന്നാലേ ഞാൻ വരട്ടെ. അപ്പോ ഉള്ള ജോലി എന്തായി? അതിന് കറി പൗഡറല്ലേ, സാധാരണ കറി പൗഡർ. അത് ഈ കടക്കാർക്കൊന്നും വേണ്ടെന്നേ, ഒരു മൂവിങ്ങില്ലാതെ. അപ്പൊ ഈ പുതിയ സാധനം അത് കേട്ടിട്ടില്ലേ, ഒരു മാംഗോ ഡ്രിങ്ക്. മാംഗോ ഡ്രിങ്ക്, ഒരു തുള്ളി അകത്ത് ചെന്നാൽ പല തുള്ളി പുറത്ത്. തീർക്കും. നല്ല ഊർജം തരുന്ന ഡ്രിങ്കാ. നല്ല കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, സൈലൈഡ്, കാറ്റിൽ കൂടെ എല്ലാം ഉണ്ട്. മതി. എടാ, മൂവിങ് ഇല്ലാത്ത സാധനം മൂവ് ചെയ്യിക്കാനാ നിന്നെ പോലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ വെച്ചിരിക്കുന്നത്. മാർക്കറ്റ് പിടിച്ചടക്കിയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കാൻ ഒരു 10 വയസ്സുള്ള പയ്യൻ പോലെ നീ വേണം. എടാ, അധ്വാനിക്കാൻ വയ്യെങ്കിൽ ആ കാര്യം പറ. അതിനുവേണ്ടി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. അച്ഛാ, എനിക്കൊരു ശോഭനമായ ഭാവി ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അത് അച്ഛൻ തകർക്കരുത്. ശോഭനമായ ഭാവി. എടാ, വയസ്സ് എത്ര എന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ഈ വരുന്ന മകരത്തിൽ 39 വയസ്സ് തികയും നിനക്ക്. അതിലാ ഭാവി ഇതിലാ ഭാവി എന്ന് പറഞ്ഞ് ഒരായുസ് മുഴുവനും കളഞ്ഞു പിടിച്ചു. ഇനിയാണ് അവൻ ശോഭിക്കാൻ പോകണം. അച്ഛാ, ഇവിടെ അകത്ത് ഒരു പെൺകൊച്ചു നിൽപ്പുണ്ട്. കാര്യം നിന്റെ മൂത്തവളുടെ മകളാണെങ്കിലും അവൾക്കും വിവാഹപ്രായം അടുത്തു വരുന്നു. തള്ളയും ഇല്ലാത്ത ആ കുഞ്ഞിന്റെ കാര്യം എന്റെ കണ്ണടയും മുമ്പ് ശരിയാക്കണം. അല്ലാതെ നീ ശോഭിക്കാൻ നിന്നാ ഞാൻ കുഴിയിൽ കിടന്ന് വിലപിക്കേണ്ടി വരും. അച്ഛാ, അച്ഛനല്ലേ പറഞ്ഞത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ഞാൻ അല്പം വൈകിയാണെങ്കിൽ ശോഭിക്കുമെന്ന്, ദേശാന്തരത്തിൽ കഴിയണമെന്ന്. അച്ഛൻ എന്തെങ്കിലും കാലം മാറിയല്ലോ. എടാ, ശോഭിക്കണമെന്ന് പറഞ്ഞ ഇട്ടുകൂടാനുള്ള പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവനവന്റെ കുലത്തിനും ഗോത്രത്തിനും ഒത്ത വിധം മാന്യമായിട്ട് മനുഷ്യരായിട്ട് ജീവിക്കുക എന്നൊരു അർത്ഥവും കൂടെ അതിനുണ്ട്. നിനക്കറിയാമോ? എന്ന് വെച്ചാ ഈ ജനങ്ങളെ വിശ്വാസവഞ്ചന കാട്ടി അവരെ വഞ്ചിച്ചും പറ്റിച്ചും അങ്ങനെ അരിക്കാശ് ഉണ്ടാക്കേണ്ട യോഗ്യത യോഗം ഈ MA പുരുഷോത്തമൻ MSc MBBS ഇല്ല. നീ എന്നാണ് MBBS പാസ്സായി? MBBS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് സർജറി, ബാച്ചലർ ഓഫ് മെഡിസിൻ മാത്രമൊന്നുമല്ല, പിന്നെ ഭാഗ്യമില്ലാത്ത മകൻ, പിന്നെ ഭാവിയിൽ സൂപ്പർ സ്റ്റാർ. എന്തായാലും ഞാൻ സിനിമയിലൊരു കൈ നോക്കാൻ പോവാ. മാംഗോ ഡ്രിങ്ക് ശരിയായില്ലെങ്കിൽ ആ കാശ് ഞാൻ സിനിമയിൽ ഇറക്കി നായകനാവും. ആ പറഞ്ഞൊരു കാര്യമുണ്ട് പണിക്കരേട്ടാ. ഇപ്പൊ ഒരു സിനിമയൊക്കെ പിടിച്ച എന്താ ലാഭം? കാശിന് കാശ്, പേരിന് പേര്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ലക്ഷങ്ങളല്ലേ വാങ്ങുന്ന, ലക്ഷങ്ങള്. ഇവരെനിക്ക് കോടി വാങ്ങിയിട്ട് അടങ്ങുന്നതാകുന്നു. കാറ് തുറന്ന് കേട്ടോ, പലവിധ ആവശ്യങ്ങൾക്കായി, ജോലികൾക്കായി ആവശ്യത്തിൽ കൂടുതൽ പണം ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ ഇനിയത് പറ്റില്ല. ബാക്കിയുള്ളത് 30 വറയുടെ കൃഷിയും ഈ വീടും മാത്രമാണ്. നീ പഠിച്ചത് അഗ്രികൾച്ചർ കോഴ്സായിട്ടും നിനക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പനപ്പൂപ്പന്മാരായിട്ട് സമ്പാദിച്ചതും തുടങ്ങി വെച്ചതും ഒന്നും നശിപ്പിക്കുവാൻ എനിക്കാവില്ല. ഞാൻ തയ്യാറല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒന്നുകിൽ ആ പാടത്ത് പൊന്നു വിളയിക്കാം, അല്ലെങ്കിൽ എന്റെ ഈ കുലത്തൊഴിൽ നിനക്ക് ചെയ്യാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് ജോലി ചെയ്യാനും അതിന്റെ മഹത്വം തിരിച്ചറിയുവാനുമുള്ള വഴി വിളക്കാണ്. അല്ലാതെ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാനുള്ള ലൈസൻസ് ഒന്നുമല്ല. പറഞ്ഞേക്കാം. ഈ അച്ഛനും കണ്ടായി പോയല്ലോ. MSc പഠിച്ചത് ശരിയാണ്, പഠിച്ചത് കൃഷിപ്പണിയാണ്. പിന്നെ അത് പറഞ്ഞിട്ട് ഈ പാടത്തറ എന്നാ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് ആശാനെ. എന്ത് കുലത്തൊഴില് അങ്ങനെ ചേക്കല്ല ആശാനെ. ആശാൻ ഇപ്പൊ എന്താ ആവശ്യം? എങ്ങനെ ഞാൻ കുറെ പണം ഉണ്ടാക്കണം, എന്നിട്ടൊരു സുന്ദരി പെണ്ണിനെയും കല്യാണം കഴിച്ച് കുറച്ചു കാലം ജീവിക്കണം.
കുറച്ചു കാലം. എന്നാ കൊറേ കാലം ഒന്ന് വിചാരിച്ചോ. അതിനും പണം വേണ്ടേ? അതിന് പറ്റിയ പണിയാ പറഞ്ഞത്. ഏത് ജ്യോതിഷം? അത് തന്നെ ആശാനെ, ഈ കാലത്ത് ഏറ്റവും എളുപ്പമുള്ള പണിയാ ഇത്. ഏറ്റവും സ്കോപ്പ് ഉള്ളതും എല്ലാവർക്കും അറിയേണ്ടത്. ആശാനടക്കം ഭാവിയാ. ആർക്കും ഒരു പിടിയില്ലാത്തത് ഭാവിയാ. അത് ഇത്തിരി നല്ലതാണെന്ന് ഒഫീഷ്യലായിട്ട് അങ്ങ് ഒരു കാച്ചിയാൽ പെട്ടിയിൽ പിന്നെ കെട്ടുനിറയല്ലേ ആശാനെ, കെട്ടുനിറ. അതത്ര എളുപ്പമാണ്. ഒന്നും അറിയാതെ എന്തെങ്കിലും തട്ടിവിട്ടാൽ മതി. മതിയോ ആശാന? ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ചുമ്മാ തട്ടിവിടുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ ജ്യോതിഷ രത്നവും ജ്യോതിഷ കേസരി പഞ്ചാംഗവും ഒക്കെ പെട്ടിക്കടയിൽ പോലും കിട്ടുന്നുണ്ട്. അത് നോക്കി വെറുതെ അങ്ങ് തട്ടിവിട്ടാ പോരെ. അപ്പൊ നമുക്കൊരു കൈ നോക്കാമല്ലേ? ഇനി ചിന്തിക്കാനൊന്നുമില്ല. ഈ ഉൽപ്പലാശമല്ലേ പറയുന്നത്. ആശാൻ വന്നേ. ആശാനെ, ആശാനെ, ഒരാള് പുറത്തുനിന്ന് നിൽപ്പുണ്ട്. ഏതാ ഏതാ പാർട്ടി? അതൊക്കെ ചർച്ചയാ. ഒന്നും പേടിക്കാനില്ലെന്നേ. ആ പോക്കറ്റിന്റെ കരം ഒന്ന് തട്ടിയാ മതി. പിന്നെതാ ഈ ആഴ്ചത്തെ ജ്യോതിഷ രത്നമുണ്ട്. അത് നോക്കിയിട്ട് വേണ്ട പോലെ അങ്ങ് കാച്ചിക്കും. ശരി, ഏതാ കൂറ്? ഓ, എനിക്കോ? ഉണ്ട ചോറിനുള്ള കൂറ്. അതല്ലടോ കൂറ്. ഓ, ആനുകാലികം, ആനുകാലികം. കരുണാകരൻ അച്യുതാനന്ദനാണുള്ള കൂറല്ലേ? ആ കൂറിന്റെ കാര്യം ചോദിച്ചു. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അത് ആശാനെ, അവര് വന്നിട്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. തൽക്കാലം ആശാൻ ഈ പൂറ തിരിയുന്നവരെ തിരിയാതെ അങ്ങോട്ടും ഇരുന്നാട്ടെ. കുറച്ച് ഗമയിലൊക്കെ ആരെങ്കിലും കണ്ട ഒരു ജോലിസിനാന്നൊക്കെ തോന്നണം. കുറച്ച് ഗൗരവമൊക്കെ വേണം. മുഖത്ത് ചിരിയൊന്നും വേണ്ട. എന്തെങ്കിലും വല്ല ശ്ലോകങ്ങളൊക്കെ ഉരുവിട്ട് പുറത്ത് കേൾക്കണ്ട, ആളുകൾ കേൾക്കണ്ട. അങ്ങനെയൊക്കെ ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഇരുന്നോളൂ. ഈ നാട്ടിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോത്സ്യനം. പറയുന്നതൊക്കെ വളരെ അച്ചട്ട, പറയാത്ത കാര്യം അതിലും അച്ചട്ട. എന്റെ സാറേ, ഞാൻ തന്നെ ഈ നിലയിലായത് അദ്ദേഹം കാരണമല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ മുണ്ടൊടുക്കുന്നു. എന്താ ജോലി എന്ന്? ഓ, അത് ശരി, അത് ശരി. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. ആ, സാർ ഇരുന്നാട്ടെ, സാർ ഇരുന്നാട്ടെ, സാർ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. കളരിപ്പറമ്പിലെ അച്യുതപ്പണിക്കരുടെ ആരെങ്കിലും വേണോ? ആ, മകൻ. അയ്യോ, അല്ല അല്ല അല്ല, മകനേ അല്ല. അദ്ദേഹത്തിനെ അറിയാത്ത ഒരാളാ, തികച്ചും പുതിയ ഒരാളാ. അതെ, എനിക്ക് എന്നെ തന്നെ പരിചയമില്ല. അതുകൊണ്ട് ആർക്കാ കല്യാണം? ആര് ജാതകയുടെ? മകൾക്ക ചൊവ്വാദോഷക്കാരിയ. കുറെ ജാതകം വന്നു, ഒന്നും ശരിയായില്ല. ഇപ്പോൾ ഒരെണ്ണം മൊത്തത് പോലെയുണ്ട്. അവർ നോക്കിയപ്പോൾ ശരിയായി അത്ര. ഇത് നമ്മളും കൂടെ ഒന്ന് നോക്കണമല്ലോ. അതെ അതെ, ഇതാരാ ഈ ഡോക്ടറുടെ ഷീറ്റ് പോലെ എഴുതിയിരിക്കുന്നത്? 16-4-6-20 ഗർഭാവശിഷ്ടം. ഗർഭാവശിഷ്ടമല്ല, ഗർഭശിഷ്ടം. ആശാനെ, കണ്ണാടി ഒന്ന് ചെരിച്ച് വെച്ച് നോക്കാം ആശാനെ. അതെ അതെ അതെ, ഗർഭശിഷ്ടം, ഗർഭശിഷ്ടം. 21 നാഴിക 41 കിലോമീറ്റർ. 12:05 ചിത്ര നക്ഷത്രത്തിൽ സ്ത്രീ ജനനം. അതൊക്കെ കുട്ടിയുടെ അച്ഛനെന്താ ജോലി? അതിന് മോൾക്ക് കുട്ടിയായില്ലല്ലോ. അതല്ല ചോദിച്ചത്, കല്യാണ
പെണ്ണിന്റെ അച്ഛൻ എന്താ ജോലി എന്നാ ചോദിച്ചത്? സൂപ്രണ്ടാ, എക്സൈസിലാ. ആ അപ്പൊ നല്ല ബെസ്റ്റ് വരവാ. എന്താ? അല്ല, ജാതകമേ ഗംഭീരമായിരിക്കും. ആശാൻ നന്നായി ചേർത്ത് തരുമെന്ന് പറഞ്ഞോ. അവരുടെ ജോലിക്ക് നോക്കിയാ പറഞ്ഞതല്ലേ അത്? എന്നാ പിന്നെ എനിക്ക് ഓക്കെ. 10-ൽ 8 പോയിന്റ് 01 പൊരുത്തമുണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതെന്താ? ചൊവ്വാദോഷം. ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികൾ ചൊവ്വാഴ്ച കല്യാണം കഴിക്കണ്ട. പരിഹാരമുണ്ട്. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ട്യൂസ്ഡേ ബെസ്റ്റ്. യാതൊരു പ്രശ്നമില്ല. ട്യൂസ്ഡേ ധൈര്യമായിട്ട് ഇത് കല്യാണം അവിടെ വെച്ചാ മതി. ജാതകം. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ച വേണ്ട, ട്യൂസ്ഡേ തന്നെ. ഉൾപ്പെടാട്ടോ 5 മിനിറ്റോട്ടാ കിട്ടിയത്. നല്ല ബെസ്റ്റ് പരിപാടിയല്ലേ? ഇത്ര എളുപ്പമാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. കഷ്ടം 10-18 വർഷം പാഴാക്കി. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഉത്പലാഷന്റെ ബുദ്ധി? ആരും വന്നിട്ടില്ല. നോക്കട്ടെ, ഞാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ആരെങ്കിലും രണ്ടുപേരെ പിടിച്ചിട്ട് വരാം. ഓ തരാം തരാം. വരൂ. வணக்கம், நமஸ்காரம், வந்தனம். நான் யாரு, என் வேலை என்ன தெரிய வேண்டாமா? நான் தான் கோவை கோதண்டராமன், சினிமா பட தயாரிப்பாளர். சினிமா படம் எடுப்பது என் வேலை. இதுவரை 4 படங்கள் எடுத்து நானும் பொழிந்து விட்டது. 5வது படம் எடுக்க போகிறேன். அதற்கு பயம் நல்லா இருக்கா என்று பார்க்க வந்தேன். நேயர்களே, சினிமா பட ரசிகர்களே, படம் எடுப்பது என் வேலை. அதை பார்க்காமல் பொழிப்பது உங்கள் வேலை. എന്താ പേര് പറഞ്ഞത്? ഗോതമ്പുണ്ടരാമനോ? யார் இந்த மொச்சக்கொட்டை? கொஞ்சம் கூட டீசன்சி இல்லாம பிஹேவ் பண்றான். ரொம்ப மோசம். உங்க சிக்கனா? உங்கள் படங்கள் எல்லாம் நான் பார்த்துக்கணும். எந்த படங்கள்? அட்டை படங்களா? நீங்கள் எடுத்த 4 சினிமா படங்கள் நான் பார்த்துட்டு. ஆனா நான் எடுத்த படங்கள் நானே பார்த்துட்டேன். நீ எப்படி பார்த்தேன்? ஆமா, படம் எடுத்த உடனே படத்துக்கெல்லாம் அவார்டு கொடுத்தாங்க. அவார்டு கொடுத்தவங்க அந்த படங்கள் எல்லாம் பெட்டியில போட்டு ஜப்பானுக்கும் உகாண்டாவுக்கும் எடுத்து சென்று விட்டார்கள். அங்க ஜெகமேலை, கல்பாத்தி தேரு, அப்புறம் திருப்பூர் புறம் என்னன்னு சொன்னாங்க. அப்போ எல்லாம் அவார்டு படங்களாயிரும். என்ன செய்யறது? என் கஷ்ட காலம். என்ன பண்ணணும்னு தெரியல. கொஞ்சம் பார்த்து சொல்லுங்க. ஏதாவது சினிமா ஸ்டாரை கேட்கிறீங்களா? சந்தேகம் என்ன? சூப்பர் ஸ்டார் ரஜினிகாந்த் தான். ഗോതമ്പുണ്ടരാമാ, നിങ്ങളുടെ സംസാരം ശരിയല്ല. என்ன என் சம்சாரம் சரியில்லையா? என்ன சொல்றாங்க? உங்க சம்சாரம் இரண்டு பேரும் என்னை ஏமாத்துகிறீர்கள். இப்ப ആശാവിലേക്ക് സംസാരിക്കണ്ട. തമിഴ് സംസാരം എന്നുള്ള ഭാര്യ ഭാര്യ നന്നായിരിക്കും. சரி, மன்னிச்சிருக்கிறேன். அதை கேட்கல. உங்க ஸ்டார் நட்சத்திரம் அப்படி கேளுங்க. நட்சத்திரமா? அது மகம். மகம்
மங்கி. வெரி குட், வெரி குட். உங்களுக்கு நல்ல சமயம் வந்தாச்சு. இப்போழத்த சமயம் இருக்கு 10:30 சார். அதல்ல இப்போழத்த கிரகங்களை வச்சு இதுவரை உங்களுக்கு ரொம்ப மோசம். எல்லா இடத்துக்கும் அவார்டு கிடைக்கும். ஆனா கிடைக்காது. என்ன என்ன சுந்தரனும் சூதனும் சோமன் புருஷோத்தவனுமான ஒரு நல்ல ஹீரோ உங்களுக்கு கிடைக்க போறாரு. அந்த ஆளை வச்சு நீங்க படம் எடுத்தா உங்க படம் சூப்பர் ஹிட். அது மட்டும் இல்லை, ஜாதகத்தை பார்க்கும்போது உங்க வாழ்க்கையில நிறைய முடி வளரும். நிஜம்தான் நீங்க சொல்றது. பாருங்க ஸ்லோகம் சொல்றது, ஏதாவது படம் எடுக்காசியா முடி வளரசியா. படம் எடுத்து பொட்டாம கிட்டான முடி வளரும். நீங்க சொல்றது நிஜமா இருந்தால் எவ்வளவு பரவாயில்ல இருக்குது ஐயா. படம் புரிந்தாலும் பரவாயில்லை, ஆனால் தலையில முடி வந்தால் போதும். படம் என்னத்தோட வந்து விளச வெறுതെ എല്ലാം പടമൊക്കെ പൊളിഞ്ഞ് പോട്ടെ പോട്ടെ ഏതാ രസം. இந்த 60 ரூபாய் ബോധമുണ്ട് രാമ, എന്തിനു കുറയ്ക്കുന്നു? എന്താ ഞാൻ കുറയ്ക്കുന്നോ? ഞാൻ കുറയ്ക്കാൻ ന്യായമൊന്നുമല്ല. இந்த சுண்டக்காய் பையன் தொந்தரவு தாங்கல. நீங்க என்ன கம்மியா கொடுத்துருக்கீங்க, ஏன்னா பார்த்து போட்டவன். சரி போகட்டும், 500 ரூபாய் பணம் எவ்வளவு வேணா தரேன். ஆனா படம் ஹிட் ஆகணும். நீங்க பயப்படாதுங்க, அந்த படம் ஹிட் ஆகணும். ஆனா ஒரு என்ன பிரச்சனம், அதாவது நீங்க எடுக்க போற ஹீரோவோட தலைவரை நன்றாக இருக்கணும். அப்பதான் அந்த படம் கிட்டாது. ஐயோ, நீங்க நாயகமார தலையெல்லாம் மொட்டி அடிக்கணுமா? இதுவரை செய்யாத ஒரு வேலை அது ஒன்று மட்டும்தான். ஐயோ, அதை சொல்லல. உங்க நாயகமாரோட தலைவரை பாக்கியம் உண்டாகணும். அதுதான் சொல்லிட்டு அப்ப உங்க படம் கிட்டாகும். அதாவது മനസ്സിലായോ? புரிஞ்சுது. എന്ത്? தஞ்சாவூர் பொம்மை மாதிரி என்னெல்லாமோ செஞ்சாரு. அப்பவே நினைச்சேன் இந்த ஆளுக்கு தலைக்கு சுகம் இல்லை, டாக்டரை காமிக்கலையா? എന്റെ സാറേ, നിങ്ങളുടെ പടത്തിലെ ഹീറോ അടുത്ത പടത്തിലെ ഹീറോയാ നിൽക്കുന്ന. அதுக்கு நான் கவனமான பணமெல்லாம் அடிக்கிறது. എന്റെ സാറേ, ഇത്രയും സുമുഖനും തല വരെയുള്ളവനും സുന്ദരനും സുകുമാരനും ശിവരാമനുമായ ഒരാള് നിങ്ങളുടെ പടത്തിലെ ഹീറോ ആയി കിട്ടില്ല. എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. இந்த ஆளை வச்சு படம் எடுத்தா கதை கழிஞ்சது போ. நீங்க விசாரப்படாதது. நமக்கு படம் எடுப்போம், நம்ம படம் சக்சஸ் ஆகும். நான் சொல்லியிருக்கேனே, படம் சக்சஸ் ஆகும் போது முடி வளரும். ரொம்ப நல்லா இருக்கு. இதான் என்னுடைய அட்ரஸ், போன் நம்பர். நான் உங்களை அடுத்த வாரம் கான்டாக்ட் பண்ணுறேன். நீங்க இந்த இன்டர்வியூக்கு அரேஞ்ச் பண்ணுங்க. இன்டர்வியூல வச்சுக்கலாம். ஆனால் ஒரு ரிக்வெஸ்ட், இந்த சிந்திரி சிவமணியை நம்ப வேண்டாம், அவன் உங்களை ஏமாத்துவான். குட் பை. ഒപ്പനാട്ടോ കേട്ടോ? ഇത്ര വേഗം കാര്യത്തിൽ ഭംഗിയാതെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ പരിപാടി കൊള്ളാമല്ലടാ. ഐശ്വര്യം തീർന്നില്ല, ഇനി നോക്കിക്കോ.
പൂരം നക്ഷത്രത്തിന്റെ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നാട് മുഴുവനും ഇന്റർവ്യൂ വെച്ച് പാവപ്പെട്ട സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളെ വഞ്ചിച്ച് പണം സമ്പാദിക്കുന്നതാണ് അടുത്ത രംഗം. അത് സാറേ, സിനിമയിൽ അഭിനയിക്കാന് നല്ല പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ വന്നിട്ടുണ്ട്. കൂട്ടിക്കൊണ്ട് വരട്ടെ. വന്നാട്ടെ. പക്ഷെ പിന്നാടിയൊക്കെ ഉണ്ടല്ലോ. என்ன பேரு? മനോജ് സാർ. நல்லா பாடுறியா? പാടും സാർ. இதெல்லாம் பாட்டு தெரியும்? എല്ലാവരോടും പാടലുമേ പാട്ട് തരും. எஸ்டோட பாட்டு தெரியுமா? தெரியும் சார். டிஎம்எஸ் தெரியும். வீரமணி தெரியும் சார். சரி, எஸ்டோட பாட்டு பாடு. ஓகே சார், நான் பாடுறேன். சார் மைக். மலரே மௌனமா மௌனமே தேகமா மலரே மௌனமா மௌனமே தேகமா மலர்கள் பேசுமா பேசினால் ஓருமா அன்பே மலரே மௌனமா மௌனமே தேகமா நான் அழைத்தால் அது நடந்து விட்டால் இன்று ஏழைகள் வேதனைப்பட மாட்டான். உயிர் உள்ளவரை ஒரு துன்பமில்லை, அவன் கண்ணீர் கடலிலே விழமாட்டான். அவன் கண்ணீர் கடலிலே விழமாட்டான். நான் அழைத்தால் அது நடந்து விட்டால் இன்று ஏழைகள் வேதனைப்பட மாட்டான். உயிர் உள்ளவரை ஒரு துன்பமில்லை, அவன் கண்ணீர் கடலிலே விழமாட்டான். அவன் கண்ணீர் கடலிலே விழமாட்டான். வீரமணி இருமுடி தாங்கி ஒரு மனதாகி உலகவை போமே, உலகினை அழைக்கும் எமது வரைக்கும் உலகினை காண வந்தோம். பள்ளி கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம். பள்ளி கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமி. கார்த்திகை மாதம் மாலை அணிந்து வேடியாகவே விரதமிருந்து பார்த்த சாரதியும் மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து, பார்த்த சாரதியும் மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து திருமுடி கட்டு சபரிமலைக்கு சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. ரொம்ப பிரமாதம் பிரமாதம்ப்பா. எப்படியாவது வாய்ப்பு கொடுங்க சார். யூ ஆர் செலக்டட். தேங்க்யூ சார். அங்கே காசை கொடுத்து சென்று வா. അപ്പോ ഒക്കെ പറഞ്ഞ പോലെ കേട്ടോ. ഒരു പയ്യൻ വന്നിട്ടുണ്ട്. അവന് ചില ഓണാക്ടൊക്കെ കാണിക്കാം, ചില നടന്മാരെയൊക്കെ അനുകരിക്കാന്ന് പറയുന്നു. എന്താ? കിട്ടും 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 കിട്ടും. അഭിനയിക്കുവോ? വരുവോ? சின்ன பையன் பரவாயில்லை. ஒண்ணு என்ன தெரியும்? அப்படியே என்ன பேரு? ஒண்ணும் புரியலையா? சொல்லுங்க. அவருக்கு தமிழ் புரியாது. மலையாளி மலையாளத்தை பேசுறேன். இங்க வா. நான் ஒரு சிச்சுவேஷன் சொல்லுவேன். அந்த சிச்சுவேஷன் வந்து
മലയാളമോ തമിഴ് അറിയില്ല. ഞാൻ ഒരു സന്ദർഭം പറയും കേട്ടോ. ആ സന്ദർഭത്തിനനുസരിച്ച് പറയണം കേട്ടോ. ആ സന്ദർഭത്തിനനുസരിച്ച് അഭിനയിച്ച് കളിക്കണം. അതായത് ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ് ഒരു പയ്യൻ. അവൻ വളരെ കഷ്ടസ്ഥിതിയിലാണ്. അവൻ എങ്ങനെയെങ്കിലും ലോട്ടറി വാങ്ങിക്കാത്ത ഒരാളെ കൊണ്ട് ലോട്ടറി വാങ്ങിപ്പിക്കുക. അത് ഒന്ന് അഭിനയിച്ച് കളിക്കും. ആ ഈ സാർ ബമ്പർ സമ്മാനം മാരുതി കാർ സ്വിഫ്റ്റ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം, ലക്ഷാധിപതികളാകാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. ബമ്പർ സമ്മാനം മാരുതി കാർ. സാർ ഒരു ടിക്കറ്റ് എടുക്കുക സാർ. ഒരു ടിക്കറ്റ് എടുക്കുക സാർ. എന്നപ്പാ ഞാനേ പടം എടുത്ത് ലോട്ടറി ടിക്കറ്റ് ഒന്നും വേണ്ടപ്പാ. இந்த ஆளுக்கு கொடு சார். ஒரு டிக்கெட் எடுக்க சார். என்னப்பா இந்த ஆள் சொன்னதே சொல்லிட்டு போப்பா. சார் ஒரு டிக்கெட் எடுக்க சார். 2 രൂപ കിട്ടും സാർ എനിക്ക്. എതുക്ക് ഇപ്പൊ 2 രൂപ சொல்லு സാർ. എനിക്ക് 2 രൂപ കിട്ടിയ ആ മരുന്ന് അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ച് എന്റെ അമ്മയ്ക്ക് കൊടുക്കായിരുന്നു. കെട്ടുപണി നടത്തിക്കൊണ്ടിരിക്കുന്നിടയില് കാല് എഴുതി താഴെ വീണ് പോയി സാർ. അതിനു വേണ്ടിയാണ് സാർ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് സാർ. அவன் என்ன சொன்னா தெரிஞ்சுதான் தெரியவே இல்லையா? என்ன சொன்னாரு? நடிக்கிறியா? சரி சரி நீ என்ன அசத்திட்டியப்பா? அசத்திட்ட யுவர் செலக்டட். சரி நம்ம ஆளை பார்த்துட்டு அப்படியே வீட்டுக்கு போய்க்குவோம். சொன்னதுன்னு தெரியுமே. போய்க்கு ഞാനെങ്കിലും ഉണ്ടോ ഇന്റർവ്യൂവിന്? 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഓ വരാൻ പറയൂ. ചാൻസ് കൊടുക്കും. കിട്ടിയാ കൊടുക്കും. നന്നായി ഡാൻസ് കളിക്കണം. നന്നായി ഡാൻസ് കളിച്ചാൽ നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടും കേട്ടോ. തുടങ്ങട്ടെ.
ഇല്ല അങ്കിൾ. എന്താ? അത് പുരുഷോത്തമനെ അയ്യോ, അമ്മാവൻ എന്ത് പറ്റി? ഇല്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പോലീസ് പിടിച്ചു. അയ്യോ, എന്തിനാ? എന്താ ചെയ്യ, ആ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും കുറെ കാശ് വാങ്ങി. അതെല്ലാം കള്ളനോട്ടായിരുന്നത്ര. പോലീസ് കയ്യോടെ പിടിച്ചു. പക്ഷേ ആ ഉത്തരാക്ഷൻ ഉണ്ടല്ലോ, എന്റെ അമ്മാവിന്റെ സുഹൃത്ത്, അവൻ രക്ഷപ്പെട്ടു. ഞാൻ പണിക്കരിക്കാത്ത നോക്കട്ടെ. അയ്യോ, അമ്മാവൻ എന്ത് പറ്റി? നോക്കണ്ട, മർമ്മം മൊത്തം അവരിടിച്ച് കലക്കിട്ടുണ്ട്. കൊണ്ടുവരുന്ന വഴി അവിടെ ഇവിടെയൊക്കെ ഒടിയുന്ന സൗണ്ട് ഞാൻ കേട്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഇവന്റെ രക്ഷാസന്ധിയുടെ അവസാനത്തെ എപ്പിസോഡാ ഇപ്പൊ കഴിഞ്ഞത്. ഇനി ഇവന് ബുദ്ധി ഉദിച്ചില്ലെങ്കിൽ ഇവനെ നമുക്കങ്ങ് മറന്നു കളയുന്നതാണ് നല്ലത്. എന്താ ഇവൻ ചെയ്തെന്ന് എനിക്കറിയാമോ? ഞാൻ ദൈവതുല്യം ആരാധിക്കുന്ന എന്റെ കുലത്തൊഴിലിനെ ഇവൻ വിഭജിച്ചു. എന്നിട്ട് നിർത്തിയില്ല. നല്ല നിലയ്ക്കായിരുന്നെങ്കിൽ മറ്റാരേക്കാളും ഞാനതിൽ സന്തോഷിക്കുമായിരുന്നു. എന്റെ മറവിൽ പലരോടും പറഞ്ഞു പറ്റിച്ച് പണമുണ്ടാക്കാൻ നോക്കി. അതിന്റെ ശിക്ഷയാണ് ഇവന് കിട്ടിയത്. ഈ വേദന ഇവൻ അനുഭവിക്കണം. അങ്ങനെ ഓരോ തുടിപ്പിലും ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കിയാലേ യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപമാകും. പണം തേടിയുള്ള യാത്രയിൽ അന്ധരായിപ്പോയി. കണ്ണു തുറന്നു കിട്ടാൻ എനിക്ക് ദൈവം നിന്ന ശിക്ഷയാണ്. അച്ഛന് ക്ഷമിച്ചു എന്ന് പറയും. എന്നാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയും. പഠിച്ച പണി ചെയ്തോളൂ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണെങ്കിൽ വേണ്ട. പഠിച്ച തൊഴിൽ മാത്രമേ ചെയ്തുകൊള്ളൂ എന്ന വാശിയോ, അതോ ചെയ്ത തെറ്റില് ഉള്ള പശ്ചാത്തലം കൊണ്ടാണ് നിന്നെ കൊണ്ട് ഇത് പറയിക്കുന്നതെങ്കിൽ വേണ്ട, ഒട്ടും വേണ്ട. അല്ല അല്ല, രണ്ടുമല്ല. വിദ്യാഭ്യാസം ഒരു തൊഴിലിന് വേണ്ടിയുള്ള അഭ്യാസമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ജീവിതം എന്താണ് ഒരു നോട്ടുകെട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഉറക്കമല്ലെന്ന് മനസ്സിലായി. നല്ലൊരു അമ്മ അവരായി, ഈ വീടിന് താങ്ങായി. എല്ലാത്തിനും അച്ഛന്റെ മകനായി ജീവിച്ചുള്ള വെച്ച മതി എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും ധാരാളമായിരിക്കും. പോരാ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യവുമില്ല. കാഴ്ചപ്പാടാണ് വേണ്ടത്. നീ നിന്നെ അറിയാൻ തുടങ്ങുമ്പോ എല്ലാവരെയും എല്ലാത്തിനെയും അറിയാൻ തുടങ്ങി. പിന്നെ നിരാശകളില്ല, ദുഃഖങ്ങളില്ല, പരിഭവവും പരാതിയുമില്ല. അതെ, എനിക്കെല്ലാം മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഹാവൂ, എല്ലാം തിരിച്ചറിയാൻ രണ്ട് കിട്ടണമെന്നാണെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ കഷ്ടപ്പെട്ടു പോകും. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏത് മന്ദബുദ്ധിക്കും സാധിക്കും. അവരതാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ ബുദ്ധിമാന് മാത്രമേ സാധിക്കൂ. ആ ബുദ്ധിമാനാവാൻ ശ്രമിക്കുക. പിന്നീട് ജീവിതം എന്താണെന്ന് അറിയുക. പിന്നെ അതിൽ വിജയിക്കുക, അധ്വാനിച്ച് ജീവിക്കുക. മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ജീവിക്കരുത്.
മറ്റുള്ളവരെ ചിരിപ്പിക്കാം, പക്ഷേ മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കാൻ ഇടവരരുത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. Chickamanga, chickamanga, cha-cha papa. 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 சிரித்து வாழ வேண்டும், பிறர் சிரிக்க வாழ்ந்திடாதே. சிரித்து வாழ வேண்டும், பிறர் சிரிக்க வாழ்ந்திடாதே. உழைத்து வாழ வேண்டும்,